യഥാർത്ഥമായും ഒരു ദൈവവേദൻ ദൈവമുമ്പാകെ നീതിമാനും നേരുള്ളവനുമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലം വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, എന്തെല്ലാം കഷ്ടതകൾ വന്നാലും അതിന് മധ്യേ അവരുടെ ഹൃദയത്തിൽ യഥാർത്ഥമായി പ്രത്യാശയുണ്ടാകുമാർ, പ്രതീക്ഷയുണ്ടാകുമാറുള്ള ദൈവപ്രവൃത്തി അവന് വെളിപ്പെട്ടു വരും. അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏതറ്റം വരെ ദുരന്തമായി തോന്നുമോ, ഏതവസ്ഥകളാൽ താൻ പകരുമെന്ന് പുറമെയുള്ളവർക്ക് തോന്നുമോ, അവരുടെ ചിന്താഗതികളുടെയും അവരുടേതായ പ്രതീക്ഷകളെയും തകിടം മറിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഒരു ദൈവത്തിന് വേണ്ടിയുണ്ട്. 97-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. അപ്പോൾ ഒരു നീതിമാൻ എന്ന് പറയുന്നത് ദൈവമുമ്പിൽ വിലയേറിയവനും മാന്യനുമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ താനെ ശമൂവേൽ പ്രവാചകനാൽ ശൗലിന് ശേഷം അനന്തര രാജാവായി തീരത്തക്ക രീതിയിൽ അഭിഷേകം തൈലം തന്റെ ശിരസിന്മേൽ ഒഴിക്കപ്പെട്ടവനാണ്, ലഭിക്കപ്പെട്ടവനാണ്. എന്നാൽ പിന്നീടുള്ള അവന്റെ അനന്തര ജീവിതം നമ്മൾ നോക്കി മനസ്സിലാക്കിയാൽ പ്രയാസ പ്രശ്നങ്ങളുടെ ഒരു വലിയൊരു യാത്രയാണ്. സൗലിന്റെയും സൈന്യത്തിന്റെയും ഇരയായി തീരുന്ന ഒരു ദാവീദ് എങ്ങനെയും അവനെ ജീവിതത്തെ തകർത്തകളയത്തക്ക രീതിയിൽ അവനെ പിന്തുടരുന്ന അവസ്ഥ. എന്നാൽ അവന്റെ ഹൃദയത്തിനകത്ത് യഥാർത്ഥമായി ലഭിച്ച പ്രകാശനം, എൻ്റെ ദൈവം എന്നെ തൻ്റെ പ്രവാചകനായ ശമൂവേലിനെ കൊണ്ട് അഭിഷേകം ചെയ്യിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എന്നോട് ചെയ്ത അരുളപ്പാട് നിവർത്തിക്കും. ഇന്നല്ല നാളെ ഇതിനൊരു പര്യവസാനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിഞ്ഞത് കുറെ കാലം കഴിഞ്ഞ് ഫെലിസ്ത്യ സൈന്യം ശൗലിനും അവന്റെ സൈന്യത്തിനുമെതിരെ കടന്നു വന്നപ്പോൾ ഗിൽബോവ പർവ്വതത്തിൽ ഫെലിസ്ത്യസിക്കയാൽ ശൗലും മക്കളും പട്ടുപോയപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ദാവീദിന് വേണ്ടി വെളിപ്പെടുവാനിടയായി തീർന്നു. ദാവീദിനെ ഇതാ ഇസ്രായേലിന്റെ രാജാവായി തീരത്തക്ക നിലയിൽ അവനെ അന്വേഷിച്ചു വരികയും സ്തോത്രം അവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്ത ദൈവപ്രവൃത്തി അവന്റെ ജീവിതത്തിൽ അവൻ അങ്ങനൊന്നും പ്രതീക്ഷിച്ചല്ല, അവൻ അങ്ങനൊന്നും ചിന്തിച്ചല്ല, അവൻ അങ്ങനെ വിചാരിച്ചില്ല. പക്ഷെങ്കിൽ ഒരു നീതിമാന് ഹൃദയത്തിനകത്ത് ദൈവം അതിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കുന്ന വിധത്തിൽ ദൈവം അവന്റെ പ്രതികൂലങ്ങളെ മാറ്റും. അവന്റെ വിഷയങ്ങളിൽ ജയമെടുക്കും. അവന് സകല ശത്രുക്കളുടെ മേലും ജയം ലഭിക്കാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഈ നാളുകൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു? ഏതെല്ലാം വിഷയങ്ങളുടെ മുമ്പിലാണ് നിങ്ങൾ കരയുന്നത്? ഏതെല്ലാം വിഷയങ്ങളുടെ മുമ്പിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എങ്ങനൊരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? എന്നാൽ ദാവീദിനോട് സംസാരിച്ച അതേ ദൂത് നിങ്ങളോട് ഇത് പറയാനുണ്ട്. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. സ്തോത്രം. നമ്മളെ തിരുവചന ഭാഗത്തെ വായിക്കുമ്പോഴേ കാണുവാനായിട്ട് കഴിയുന്നൊരു കാര്യമുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇതാ നമ്മള് യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയുടെ നടുവിൽ കൂടെ കടന്നുപോയ യോബിനോട് ഇങ്ങനൊരു ദൈവശബ്ദം ഉണ്ടായി. നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരിടുവനുമെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. പിന്നെയോ നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും.
നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക. അതെ, നീ ഇന്നത്തെ അവസ്ഥകളുടെ നടുവിൽ, ഇന്നത്തെ പ്രയാസഘട്ടങ്ങളുടെ നടുവിൽ, ഇന്നത്തെ വിഷമാവസ്ഥയുടെ നടുവിൽ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിച്ചാൽ, സർവശക്തിയോട് അപേക്ഷിക്കുകയും ചെയ്താൽ, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ നിനക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനയിൽ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നീ മറ്റുള്ള നടുവിൽ ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നീ നിലകൊള്ളുന്ന നിന്റെ ആ എന്തവിടെ പറഞ്ഞേക്കുന്നേ വാസസ്ഥലം, ആ വാസസ്ഥലം അതിനെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും. അതിനെ ദൈവം എന്ത് ചെയ്യണം? അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നത്തക്ക നിലയിൽ നിന്റെ ജീവിതത്തിൽ ആകമാനം ദൈവം മാറ്റങ്ങളെ വരുത്തും. നിന്റെ അന്ത്യസ്ഥിതി, നിന്റെ ജീവിതത്തിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇന്ന് നീ എങ്ങനെ ഏതവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് നിന്നെ കർത്താവ് സന്ദർശിച്ച് നിന്റെ ജീവിതത്തിന് നാളെ എന്തായി തീരുമെന്ന് ചോദ്യങ്ങൾ ഉയർത്തുന്ന മുമ്പിൽ നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായി മാറ്റുവാൻ കർത്താവിന് കഴിയും. അതെ, നിന്റെ പൂർവസ്ഥിതി നിനക്ക് അല്പമായിട്ട് തോന്നും. ഇവിടെ അങ്ങനെ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി നിന്നെ അനുഗ്രഹിപ്പാൻ വലിയവനായ ദൈവം സർവശക്തനാണ്. എന്മനമേ യഹോവയിൽ ആശ്രയിക്കാം, അവന്റെ സഹായവും പരിചയവുമാകുന്നു. യുവഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ. ഈ നാടുകളിൽ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനാ വിഷയം നമ്മൾ തന്നെ ശക്തമായി പ്രാർത്ഥിക്കുക. നമ്മൾ തകർന്ന ഹൃദയത്തോട്, നുറിയ ഹൃദയത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയം പ്രതിസന്ധി കൊണ്ട് നമ്മൾ എടറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ കർത്താവിൽ ശരണപ്പെടുക. പ്രതിസന്ധികളിലേക്ക് നോക്കാതെ, വിഷമങ്ങളിലേക്ക് നോക്കാതെ നമ്മൾ കർത്താവിലേക്കും കർത്താവിന്റെ വാഗ്ദത്തത്തിലേക്കും നോക്കുക. കർത്താവിൽ ശരണപ്പെടുക, കർത്താവിൽ മനസ്സുറപ്പിക്കുക, കർത്താവിൽ മനസ്സ് ധൈര്യപ്പെടുത്തുക. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് താങ്കളെ അനുഗ്രഹിക്കും.